ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് 13ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ബിൻസി പോയതിൽ. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് തന്നെ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രഹസനം നടത്തിയിട്ട് അവരിൽ ആരെയും നമുക്ക് പിന്നെ വീക്കെൻഡ് എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതായി വന്നു. അതുകൊണ്ടാണ് ഇന്ന് ബിൻസി പോകാനുള്ള റീസൺ എന്നായി ഞാൻ കാണുന്നത്. എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒന്ന് ബിൻസി, ശൈത്യ അല്ലെങ്കിൽ ആദില നൂറിന് പിന്നെയും ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവരിൽ 3 പേരാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുള്ള കാരണമായി ഞാൻ കാണുന്നത് ആ മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് പലരും രക്ഷപ്പെട്ടു പോയതാണ്. അതിൻ്റെ അകത്ത് മര്യാദയ്ക്ക് ഗെയിം കളിക്കാത്തവർ ഇന്നും ആ ബിഗ് ബോസ് വീട്ടിലുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് പിന്നെ എനിക്കുണ്ടായ ഫ്രസ്ട്രേഷൻ. കാര്യം നന്നായി ഗെയിം കളിക്കുന്നവരാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാലേ നമ്മുടെ ഈ ബിഗ് ബോസ് എന്ന ഈ പ്ലാറ്റ്ഫോമിന് ഗുണവും ഉള്ളൂ, നല്ല നല്ല ഗെയിംസും വരുള്ളൂ. സോ ഇത് നമ്മുടെ പവർ ഹൗസ് പോലത്തെ ഒരു പരിപാടി ആയിപ്പോയി ഈ വീക്ക് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. സോ അതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ദിവസത്തെ കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ അനീഷ് പ്രശ്നമാണ്. അത് ഷാനവാസിനെ രാവിലെ തന്നെ മരക്കഴുത എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് പൊട്ടിത്തെറിക്കുന്നത്. ഇതിനു മുന്നേ അനീഷിനെ ഈ പൊണ്ണനെയൊക്കെയാണോ ക്യാപ്റ്റൻ ആക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസ്. അപ്പം അനീഷൊന്നും പറഞ്ഞിട്ടില്ല. സോ അതിൻ്റെ കാര്യത്തിൽ ഞാൻ അനീഷിൻ്റെ ഭാഗത്താണ്. അതായത് പുള്ളിക്കാരനെ വിളിക്കുമ്പോൾ പുള്ളിക്കാരനെ ഉറഞ്ഞു തുള്ളാം, പക്ഷേ അനീഷിനെ വിളിക്കുമ്പം പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇവൻ്റെ ക്യാരക്ടർ എന്താണെന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. സോ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടാകുമായിരിക്കും. അനീഷ് കുറച്ചും കൂടെ ഒരു ചെറു സ്വഭാവമുള്ള ഒരാളാണ്. സോ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതിനു മാത്രം ഒന്നും പ്രഹസനം നടത്തേണ്ടിയിരുന്നില്ല ഷാനവാസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളാണ്. അനിമോൾ ജിസേൽ പ്രശ്നം വലിയ രീതിയിലൊന്നും എടുക്കാതെ അങ്ങ് വിട്ടു. അത് ശരിയായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുടക്കമല്ലേ, അതിൻ്റേതായ രീതിയിൽ പോയതായിരിക്കാം. പിന്നെ കൂടാതെ പിന്നെ ഏറ്റവും നല്ല പെർഫോമൻസിന് സ്റ്റാറിൻ്റെ കേക്ക് കിട്ടിയത് ജിസേലിനാണ്. ഇവരുടെ അടിസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ആദ്യത്തെയൊക്കെ ബിഗ് ബോസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് ബോസ് നിർത്തി വെക്കാൻ നോക്കുന്നത് പിന്നെ അതായത് ജിസേലിൻ്റെ കാരണമാണെങ്കിൽ അവരൊന്നും പെർഫോമറായിട്ട് കൂട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ കുറ്റമായിട്ടാണ് കണക്കാക്കുക. സോ അതിൽ എനിക്ക് പിന്നെ ചേർച്ചയുണ്ട്. പിന്നെ കൂടാതെ അനീഷാണ് എനിക്ക് തോന്നുന്നു ഈ ആഴ്ചത്തെയും പെർഫോമറായിട്ട് വരേണ്ടിയിരുന്നത്. കാര്യം പിന്നെ ഒനീലിനെ പുറത്താക്കി അനീഷ് വരുന്നു. അപ്പം അനീഷിനെയാണ് ഞാൻ സ്റ്റാർ പെർഫോമറായിട്ട് കാണുന്നത്. ജിസൈലിനോട് പലർക്കും പല സോഫ്റ്റ് കോർണറുണ്ട്. പക്ഷേ പുള്ളിക്കാരി നല്ലൊരു ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരളക്കാർ കുറച്ചും വെൽക്കമിങ് ആണ്, അതിൻ്റെയും ഉണ്ട്. പിന്നെ കൂടാതെ പുള്ളിക്കാരി എല്ലാം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതുമുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും അനീഷിനെ അത്ര ആർക്കും പിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാവാം. പിന്നെ വേറെ ഒരു കാര്യം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അനീഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുറേ നാൾ പഠിച്ചിട്ട് പോകുന്നതല്ലേ, നിങ്ങൾ ലീവ് എടുത്തിട്ട് പോകുന്നതല്ലേ ജോലിയിൽ നിന്നൊക്കെ. സോ എന്തുകൊണ്ടാണ് അഖിൽമാരാർ പിന്നെ സീസൺ 5 വിന്നറായത്, ഇങ്ങനെ സാബു എങ്ങനെയാണ് വിന്നറായത്, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള പിന്നെ അത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റിന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞിട്ട് മോഹൻലാൽ സാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അനീഷ് ചുമ്മാ ഞാനാണ് ഒന്നാം സ്ഥാനത്തിന് പിന്നെ അർഹൻ, ഞാനാണ് ഒന്നാം സ്ഥാനത്തിന് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറച്ചിൽ മാത്രമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഒന്നാം സ്ഥാനം വിധിക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. സോ അത് ഷാനവാസിൻ്റെ ഭാഗത്താണ് മോഹൻലാൽ സാർ ശരി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചതെന്ന് അത് എനിക്കും അങ്ങനെ തോന്നി. ഇത് വെച്ചിട്ടല്ലല്ലോ ആരെയും വിലയിരുത്തുന്നത്, ആ ടാസ്ക് അങ്ങ് ഒഴിവായി പോവുകയല്ലേ ചെയ്തത്. സോ അതിൻ്റെ പേരിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അനീഷ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപിടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വേറെ കണ്ടന്റുകൾ ഉണ്ടാവുമെന്ന് മോഹൻലാൽ സാർ പറയാതെ പറയുന്നുണ്ട്. അതാരെങ്കിലും ശ്രദ്ധിച്ചാൽ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ വേറെ പല പ്രശ്നങ്ങളും വരും ഈ അനീഷിനെ ഫോക്കസ് ചെയ്യാതെ. എന്താ പറയുക, അനീഷ് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ വാലിഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ക്രിക്കഡ് ആയിട്ടുള്ള ഗെയിംസ് ആണ്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പാർട്ടിസിപ്പൻസ് ആണ് നമ്മുടെ ബിഗ് ബോസിൽ വേണ്ടത്. അല്ലാതെ ഈ തന്നെയും പിന്നെയും പിന്നെ അനീഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനീഷിന് ശരി എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ പുളിങ്കൊമ്പ് എന്ന് പറയുന്നത്
നമ്മുടെ ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ചിലപ്പം പുള്ളി പിന്നെ ന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ റൂളിൽ വരുന്ന കാര്യങ്ങൾ പുള്ളി ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അനീഷിനോട് പിന്നെ താല്പര്യമില്ലാത്തവർ അനീഷിന് എഗെയിൻസ്റ്റ് നിൽക്കും. അപ്പോഴെവിടെ ആരാണ് വിജയിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുക, അനീഷാണ് വിജയിക്കുക. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അനീഷ് കയറിപ്പോകുന്നത്. സോ ആ കണ്ടന്റിനെ മാറ്റി നിർത്തി അനീഷ് പറയുന്നത് അവഗണിച്ചുകൊണ്ട് ബാക്കിയുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വേറെ വിജയികൾ ബിഗ് ബോസിൽ വരും. അല്ലെങ്കിൽ അനീഷ് തന്നെ ഈ സീസൺ തൂക്കും. അത് വളരെ അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ്. ഈ അനീഷിനെ നിങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തി ബാക്കിയുള്ള, അതായത് പിന്നെ ആൾക്കാരെല്ലാം അനീഷിനെ പൊതിച്ചിട്ടുണ്ടെങ്കിൽ അനീഷേ വിജയിക്കുള്ളൂ. ആദ്യമേ തൊട്ട് അനീഷ് ഇങ്ങനെ പറയുന്നത് അനീഷിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, പുള്ളിനെ മാറ്റി നിർത്തിയേക്കാം എന്നാദ്യമേ വിചാരിച്ചായിരുന്നെങ്കിൽ വേറെ പല കണ്ടന്റും ഉയർന്നു വന്നേനെ, വേറെ പല പ്രശ്നങ്ങളും ഉയർന്നു വന്നേനെ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ദിവസം പറയാനുള്ളത്. ഞാൻ അല്പം ഫ്രസ്ട്രേറ്റഡ് ആണ് ബിഗ് ബോസിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഐ മീൻ ബിന്നി, ആർ ജെ ബിന്നി, പിന്നെ ബിന്നിയല്ല ബിൻസി പോയ കാര്യത്തിലാണെങ്കിലും. സോ അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ബൈ ബൈ.